ഹേ ഗായ്സ്, അൽബിനാണ്. യെസ്, ഒരു അന്യായ പടത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട് കേട്ടോ. ഏതാണെന്നല്ലേ, നമ്മുടെ സ്വന്തം മണിരത്നം ഡയറക്റ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ എ.ആർ. റഹ്മാൻ മ്യൂസിക് ചെയ്യുന്ന, കമലഹാസനും STRഉം അങ്ങനെ വൻ കാസ്റ്റോടുകൂടി വരുന്ന തഗ് ലൈഫ് സിനിമകളെ ട്രെയിലർ വന്നിട്ടുണ്ട്. പടത്തിന്റെ പോസ്റ്ററുകളും പിന്നെ അത് മാത്രമല്ല ചെറിയ ചെറിയ ഗ്ലിംസുകൾ വരുമ്പോഴും അന്യായ എക്സ്പെക്ടേഷനാണ് നമ്മൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. അതൊക്കെ വെറുതെയാണോ അല്ലേ എന്ന് നമുക്ക് ഈ ട്രെയിലറിൽ നോക്കാം. അത് മാത്രമല്ല, പടത്തിൽ നിന്ന് ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജിങ്കിച്ചാന്ന് പറഞ്ഞിട്ട്. അതും അന്യായ ഹിറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാട്ടുകളുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമല്ലോ, നമ്മുടെ സ്വന്തം A.R. റഹ്മാൻ കത്തിക്കും, പറയേണ്ട കാര്യമില്ല. യെസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ട്രെയിലറിന്റെ ഡ്യൂറേഷൻ വരുന്നത് 2 മിനിറ്റ് ആണ്. നമുക്കത് കണ്ടിട്ട് വരാം. ഓക്കെ, തഗ് ലൈഫ്. உயிரை காப்பாத்துறவன், யமன்கிட்ட இருந்து என்ன மீட்டு எடுத்தவன். உன் தலை எழுத்தையும் என் தலை எழுத்தையும் ஒன்னா எழுதி வச்சுட்டான். இனிமே நீ எந்தளவுக்கு கடைசி வரைக்கும். சிப்பு சிப்பு, நான் 8 அடி பாஞ்சா நீ 18 16. சரி கணக்கு புள்ள. உள்ள இருந்து நான் பாத்துக்கிட்டு இருப்பேன், வெளியே அமரம் பாத்துக்குவான். அமரம் தான் எல்லாத்தையும் பார்த்து பண்ணா நான் என்ன இதுக்கா? எனக்கு ஏதோ சரியா படல. நீங்க இப்ப போக வேண்டாம். ത്രിഷ I am your എന്തരൊക്കെ Adam. ഐഷു അവർ നമ്മ വീട് തേടി വരാതെ ജോജു இனிமே இங்க நான் தான் ரங்கராய சக்திவேல். இது எவனுக்கும் எனக்கும் நடக்கிற கதை. நீயா நானா? എന്റെ പൊന്നെ, എന്തിട്ട് പറയണ്ട, ഒരു അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ജൂൺ 5 തീയതി കാണാം. എന്താ പറയാ, അതായത് പടത്തിന്റെ പ്ലോട്ടിങ് എന്താണെന്ന് നമുക്ക് ട്രെയിലർ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ചിമ്പുവിനെ എടുത്ത് വളർത്തണാണോ അത് സ്വന്തം മോനാണോ എന്നറിയില്ല. വളർത്തുന്നത് കമലഹാസനാണ്. പുള്ളിക്കാരൻ അവിടുത്തെ പണ്ടത്തെ ഡോൺ പരിപാടി അറിഞ്ഞുകൊണ്ട് അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവരെതിരികളാവാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ബാക്കിയുള്ള എന്താണെന്ന് നമുക്ക് പടം കണ്ടിട്ട് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പടത്തിൽ വൻ കാസ്റ്റാണ്, അത് പറയേണ്ടിരിക്കാൻ പറ്റില്ല. വൻ കാസ്റ്റാണ്. കമലഹാസൻ സാർ, പിന്നെ ചിമ്പു, ജോർജിന് ഇപ്പോൾ നല്ല നല്ല വേഷങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഐഷു, പിന്നെ ആരാ ത്രിഷ, പിന്നെ ആരാ മറ്റേ പോർത്തുവഴിത്തെ ആളില്ലേ, ആളുടെ പേര് എനിക്കറിയില്ല, ആളുണ്ട്. പിന്നെ ആരാ നാസുണ്ട്. അങ്ങനെ വൻ കാസ്റ്റോടുകൂടിയാണ് പടം വരുന്നത്. എന്തോ അറിയില്ല, ഒരു ഡോൺ പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കമലഹാസൻ ഓൾറെഡി ഡോൺ ആയിരുന്നല്ലോ. അപ്പോൾ ആളുടെ മകൻ വരുമ്പോൾ അത് ആ പദവിയിലേക്ക് ആവശ്യം, അങ്ങനെ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ, അങ്ങനെയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. പിന്നെ എടുത്തു വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമലഹാസൻ്റെ ആ പഴയ ലുക്കാണ്. അത് ആ ലുക്കിൽ കണ്ടിട്ട് നാളായി. പിന്നെ നമ്മുടെ STR, അതായത് ചിമ്പുവിൻ്റെ വൻ കംബാക്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാനാടിയിൽ അവളുടെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം വലിയ പടങ്ങൾ അങ്ങോട്ട് സെറ്റായി വന്നില്ല. പക്ഷെ ഇതിൽ ഒരു വില്ലൻ വേഷം വന്ന ഒരു അടിപൊളി സാധനമായിരിക്കുന്നതുകൊണ്ട്, കാരണം ഇതിൽ ഡയലോഗിനെ പറയണ്ടേ, ഇനിമേ എന്നാ എന്താ ആ സാധനമൊക്കെ പിടി ദൈവമേ, വെയിറ്റ് ചെയ്യാൻ വയ്യ, അടിപൊളി സാധനമാവട്ടെ. പിന്നെ എന്താ പറയണ വെച്ച് കഴിഞ്ഞാൽ A.R. റഹ്മാൻ്റെ മ്യൂസിക്, വിൻവിഴി നായക ആ സാധനം വരുമ്പോൾ എൻ്റെ പൊന്നെ. പിന്നെ പടത്തിൻ്റെ കുറേ ലൊക്കേഷൻസ് ആയാലും ഒക്കെ ഡിഫറെൻറ്റ് സ്ഥലങ്ങളാണ്. കുറേ മഞ്ഞ് പ്രദേശം കാണിക്കുന്നുണ്ട്, പിന്നെ മരുഭൂമി കാണിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കണ്ടറിയാം. കാരണം പിന്നെ ഇത്ര സ്നേഹത്തോടെ, അതായത് ചിമ്പുവും കമലഹാസനും രണ്ടുപേരും ഒരുമിച്ച് കമ്പനിയായി കളിച്ച് ചിരിച്ച് വളർന്നു വന്ന ആൾക്കാർ പിന്നെ എങ്ങനെ പെട്ടെന്ന് തിരികളായി, അതിന് കാരണം എനിക്ക് തോന്നുന്നത് നാസറാന്നുണ്ട്.
ആള് തോന്നുന്നുണ്ട് ഇതിലെ വിഷം മീൻസ് ക്യാരക്ടർ ഇട്ട. അപ്പം അതുകൊണ്ടാണ് ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ വെറുതെ കഥ പറഞ്ഞ് പ്രശ്നങ്ങളില്ലേ, ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലോ. അപ്പോൾ എല്ലാവരുടെ പോലെ ഞാനും കട്ട വെയിറ്റിംഗ് ആണ്. ട്രെയിലർ കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ വീഡിയോസിന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.